പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞു പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2 നാം വായിക്കും. ഉണ്ണീശോയിൽ പ്രിയരെ, എന്തുകൊണ്ട് രക്ഷകൻ യേശു ക്രിസ്തു തൊഴുത്തിൽ വന്നു പിറന്നു? മനുഷ്യരക്ഷകൻ മൃഗങ്ങളോടൊത്ത് അതായിരുന്നു ആദ്യം മുതലേയുള്ള ദൈവനിശ്ചയം. അല്ല, വീടുകളിൽ, ചുരുങ്ങിയ പക്ഷം സത്രങ്ങളിൽ ഒരിടത്ത്. അതിനായി ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ മനുഷ്യൻ നിരസിച്ചു പുറന്തള്ളിയപ്പോൾ തൻ്റെ വാഗ്ദാനം പൂർത്തീകരിച്ച് മനുഷ്യനെ രക്ഷിക്കാൻ മൃഗങ്ങളോടൊത്തുപോലും പിറക്കാൻ തയ്യാറായ സ്നേഹം. അതാണ് ആ കാലിത്തൊഴുത്ത് നമ്മെ പഠിപ്പിക്കുക. അവർക്ക് സ്ഥലം ലഭിച്ചില്ല. എന്തുകൊണ്ട്? വീടുകൾ, സത്രങ്ങളെല്ലാം ആളുകളെ കൊണ്ട് നേരത്തെ നിറഞ്ഞിരുന്നു. അതായത് മറിയവും ജോസഫും വന്നത് അല്പം താമസിച്ചു പോയി. ദൈവം പലപ്പോഴും അങ്ങനെയാ, അല്പം താമസിച്ചേ വരൂ. അല്പം വൈകി വരുന്ന ദൈവത്തെ കാത്തിരിക്കാൻ ആരുണ്ട്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 4 വാക്യം. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. ദൈവജനമേ, നൂറ്റാണ്ടുകളുടെ പ്രതീക്ഷ, കാത്തിരിപ്പ് വേണ്ടി വന്നില്ലേ ആദ്യ ക്രിസ്തുമസിന്? ദൈവത്തിനു വേണ്ടി ക്ഷമയോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ കഴിയുന്നവനാണ് ക്രിസ്തുമസിൻ്റെ ആനന്ദവും രക്ഷയും അനുഭവിക്കുവാൻ സാധിക്കുക. വെളിപാട് പുസ്തകം 3 അധ്യായം 20 വാക്യം. ഇതാ ഞാൻ വാതിൽക്കൽ വന്നു മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന സത്രങ്ങളെ നോക്കി ഫുൾട്ടൻ ജേഷീൻ പറഞ്ഞു. അവ അടഞ്ഞുകിടക്കുന്ന മനുഷ്യഹൃദയങ്ങളുടെ പ്രതീകമാണ്. അവിടെ നിന്നൊക്കെ ദൈവം പുറന്തള്ളപ്പെടുന്നു. ദൈവജനമേ, ആദ്യ ക്രിസ്തുമസ് എല്ലാവർക്കും വീടുണ്ടായിരുന്നു. എല്ലാവരും വീടുകളിലുമായിരുന്നു. അന്ന് ദൈവം മാത്രമേ ഭവനമില്ലാത്തവനായി തെരുവീഥികളിൽ അലഞ്ഞു നടന്നുള്ളൂ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മുടെ ദൈവം തെരുവിൽ തന്നെ അല്ലേ? ഓരോ ഹൃദയത്തിലും, കുടുംബത്തിലും, സമൂഹത്തിലും വന്നു മുട്ടിക്കൊണ്ട്, വന്നു പിറക്കാൻ, അന്തി ഉറങ്ങാൻ, വിശപ്പ് മാറ്റാൻ, ജീവിത വാതായനങ്ങളെ തുറന്നിട്ട് വെളിപാട് പുസ്തകം 22 അധ്യായം 20 വാക്യം പറഞ്ഞു പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ വരേണമേ. ദൈവമക്കളെ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവായ ഉണ്ണിയേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.